ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിക്ക് ജാമ്യം. സിബിഐ ഇഡി കേസുകളിലാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. 1.5 വർഷക്കാലത്തിന് ശേഷമാണ് സിസോദിയ പുറത്തിറങ്ങുന്നത്. സിബിഐ ഇഡി കേസുകളിലാണ് ജാമ്യം ലഭിച്ചത്. വിചാരണ നടപടികൾ വൈകുന്ന സാഹചര്യത്തിലാണ് ജാമ്യം. ജസ്റ്റിസ് BR ഗവായി, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. വിചാരണ അനന്തമായി നീളുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച കോടതി ഒരാളെ ദീർഘനാളത്തേക്ക് ജയിലിലടയ്ക്കാനാവില്ലെന്നും വ്യക്തമാക്കി. സിസോദിയ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന വാദം കോടതി തള്ളി. മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ സിസോദിയാണെന്നായിരുന്നു അന്വേഷണ ഏജൻസികളുടെ ആരോപണം. CBI കേസിനെ ആധാരമാക്കിയെടുത്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് 9-നാണ് ED സിസോദിയയെ അറസ്റ്റ് ചെയ്തത്. കെജ്രിവാളിനെയും ഇതേ കേസിൽ ED അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ED കേസിൽ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചുവെങ്കിലും CBI കേസിൽ കെജ്രിവാൾ ഇപ്പോഴും ജയിലിലാണ്. അതേസമയം പ്രതികരണവുമായി ആം ആദ്മി നേതാക്കൾ രംഗത്തെത്തി. ആം ആദ്മി നേതാക്കളെ വേട്ടയാടുകയാണെന്നും സിസോദിയയുടെ വീട്ടിൽ നിന്നും ₹1 പോലും ED കണ്ടെത്തിയിട്ടില്ലെന്നും സഞ്ജയ് സിംഗ് MP വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.